ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ആര്യൻ നല്ല ചുരിദാറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ ചുരിദാറൊക്കെ ഇട്ട് മിത്ര അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആര്യൻ ജോലി കഴിഞ്ഞ് ജോലിയല്ല, കോളേജിൽ നിന്ന് വരികയാണ്. എന്നിട്ട് ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് അവൻ തിരക്കിട്ടിട്ട് അവന്റെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന ബാഗ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് തൊള്ളിട്ടിട്ട് അങ്ങനെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കൂടെ നമ്മുടെ മിത്രയും ചെല്ലുന്നുണ്ട് റൂമിലേക്ക്. അങ്ങനെ മിത്ര ചോദിക്കുന്നുണ്ട്, ചായ കുടിക്കണോ, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല എന്ന് ആര്യം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരികെ ഒരു കുപ്പി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ആര്യം പോകുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് മിത്രയോട്, മോളെ എന്ത് പറഞ്ഞു അവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചുരിദാറിന്റെ കാര്യമാണ് ഗോമതി ചോദിച്ചത്. അപ്പൊ സമയത്ത് ചായ വേണ്ട എന്ന് പറഞ്ഞു. ചായയുടെ കാര്യമല്ല ചോദിച്ചത്, ചുരിദാർ കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ അവനൊന്നും പറയാഞ്ഞത്? അപ്പൊ വെള്ളവുമായിട്ട് ആര്യൻ അവിടേക്ക് വരുന്നുണ്ട്. ആര്യൻ എന്നാ പോയിട്ട് വരാം അമ്മ എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ നിക്കട അവിടെ എന്ന് പറയുകയാണ് ഗോമതി. അപ്പൊ നീ ഇങ്ങോട്ട് വന്നേടാ. അപ്പൊ എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇവൾക്ക് ചുരിദാറൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് നീ അത് ഇട്ട് കണ്ടിട്ട് നീ ഒരു അഭിപ്രായം പറയാതെ അങ്ങ് പോവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആര്യൻ അപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് മിത്രയുടെ ഡ്രസ്സ്. അപ്പൊ നല്ലോണം ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, ചുരിദാർ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ചുരിദാർ നന്നായത് കൊണ്ടാണല്ലോ നീ വാങ്ങിക്കൊടുത്തത്, ചുരിദാർ നന്നായി ഞങ്ങൾക്കൊക്കെ അറിയാം, അത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നീ പറയുമെന്ന് പറയുമ്പോൾ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നിങ്ങനെ ആര്യൻ പറയുമ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ ആര്യൻ അവിടെ നിന്നും പോകുന്നുണ്ട് ജോലിക്ക്. അതിനുശേഷമാണെങ്കിൽ മിത്ര ഉറക്കമുളച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഒരു 10 മണി 10:15 ആകുമ്പത്തിനൊക്കെ എത്താറുണ്ട് രാത്രി. പക്ഷെ അന്ന് 11 മണിയായിട്ടും ആര്യനെ കാണാനില്ല. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലും എല്ലാവരും ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന ഒരു തിരക്കിലൊക്കെ തന്നെയാണ്. അപ്പോൾ മിത്ര മാത്രം ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊച്ചച്ചൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ കൊച്ചച്ചൻ അരികിലേക്ക് ചെന്നിട്ട് വിളിക്കുകയാണ്, കൊച്ചച്ച എണീറ്റ് എന്ന് പറയാണ്. എന്താ മിത്ര, നീ എന്താ ഉറങ്ങിയില്ല ഇത്ര നേരമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആര്യൻ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ വന്നില്ലേ ഇത്ര നേരമായിട്ട്, അവൻ നേരത്തൂടെ വരാറുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല വന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ വന്നോളും, നീ എന്തായാലും ചെന്ന് കിടന്നു, അവൻ അങ്ങനെ ഓഫീസ് ജോലി ഒന്നുമല്ലല്ലോ അങ്ങനെ പെട്ടെന്ന് വരാനൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ പോലെ, എന്തോ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്, എനിക്ക് ടെൻഷനായിട്ട് പാടില്ല കൊച്ചച്ചാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൊച്ചച്ചൻ പറയാണ്, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആര്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ, സതീഷ് അങ്ങനെ എന്തൊരു പേര് പറയുന്നുണ്ട്, അവനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ നിൽക്കണം നേരത്തെ തന്നെ വാതിലിൽ കൊട്ട് കേൾക്കുകയാണ്, ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ അവൻ വന്നെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് മിത്ര വേഗം തന്നെ ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മിത്ര ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഇത്ര നേരം വൈകിയത്, എന്ത് ഇത്ര നേരം വൈകാൻ കാരണം, എന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ, ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചച്ഛനും ചീത്ത പറയുകയാണ്, ഇവിടെ ഒരാൾ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലടാ, അവളെ ഉറക്കൊക്കെ കളഞ്ഞ് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ, പുറപ്പെടാൻ നേരത്താണ് ഒരു ഡെലിവറി വന്നത്, അപ്പൊ അത് കൊടുത്തിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ, പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാതെയായി അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആയത് എന്നും കൂടി പറയുകയാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് മിത്രയോടായിട്ട്. അതെങ്ങനെ ശരിയാന്നൊക്കെ മിത്ര ഇങ്ങനെ മറുപടി പറയണം. ആ സമയത്ത് അപ്പോഴേക്കും അവിടേക്ക് ബാലൻ വരികയാണ്. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആര്യന് ഇപ്പൊ തന്നെ ജോലി കഴിഞ്ഞ് വന്നുള്ളൂ എന്ന് കൊച്ചച്ചൻ അങ്ങനെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ മറ്റുള്ളവർ കൂടെ കിടന്ന് ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ച് ബാലന്റെ വക ആര്യനെ ഒരു മാതിരി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരിക്കുകയാണ്. ആര്യനും അതുപോലെ മിത്രയ്ക്ക് അത് വിഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ വേഗം തന്നെ മിത്ര അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം, ഡ്രസ്സൊക്കെ മാറിയിട്ട് വായു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറയാണ്. അപ്പൊ ആര്യന് നല്ല അത്ഭുതം തോന്നുകയാണ് നമ്മുടെ മിത്രയെ കാണുമ്പോൾ, കാരണം നല്ല സ്നേഹം ഉണ്ട് ആ നേരത്തേക്ക്. അപ്പോൾ പറയുന്നുണ്ട് അടുക്കളയിൽ അവളാണെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ വന്നപ്പോൾ ആര്യനോടായിട്ട് മിത്ര പറയുന്നുണ്ട്, വരട്ടേട്ടാ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, 2 മിനിറ്റ് ഇപ്പം ഉണ്ടാക്കി തരാട്ടെ എന്ന് പറയാണ്. അപ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണവും എടുത്തിട്ട് ആര്യൻ പ്ലേറ്റിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് അവളുടെ അരികിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നത്, അവിടെ ഒരുത്തിരി ഇരുന്ന് തിന്നാൽ പോരെ, തിന്നായിരുന്നില്ലേ, ഇങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുകയാണ്. അത് സാരില്ല എന്ന് പറയുന്നുണ്ട്. ദേ ഇപ്പം ഉണ്ടാക്കി തരാട്ടെ എന്ന് പറയാണ്. ഇതെന്തിനിപ്പോൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കണത് ഈ രാത്രി, എന്തായാലും ഉള്ളത് വെച്ച് ഞാൻ തിന്നോളില്ലേ എന്നിങ്ങനെ ആര്യൻ ചോദിക്കുമ്പോൾ, അത് സാരില്ല, പണിയെടുത്ത് വന്നതല്ലേ, ക്ഷീണം കാണും, പിന്നെ തന്നെയല്ല ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കണം, ചൂടോടുള്ള ഓംലേറ്റ് ആര്യന് ഇഷ്ടമാണ്, ഭക്ഷണം കഴിച്ചോളും എന്ന് പറഞ്ഞിരുന്നു എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിക്കുകയാണ് ആര്യൻ അവിടെ നിന്നിട്ട്. അപ്പം മിത്രയോട് പറയുന്നുണ്ട്, അതെ ഇങ്ങനെ എനിക്ക് വേണ്ടി ഉറക്കൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ടേബിളിൽ മൂടി വെച്ചാൽ മതി, ഞാൻ എടുത്ത് കഴിച്ച് വന്ന് കിടന്നോളാം, നീ എന്തിനാ ഇങ്ങനെ ഉറക്കൊളിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് സാരമില്ല, എന്തായാലും ഇന്ന് എന്താ ഇത്ര നേരം വൈകിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ നേരം വൈകാതെ വന്നോളൂട്ടാ എന്ന് മിത്ര പറയുമ്പോൾ, അതെങ്ങനെ സാധിക്കാം, എനിക്ക് അങ്ങനത്തെ ജോലിയാണല്ലോ, പോരാൻ നേരത്താണ് ഒരു ഡെലിവറി കിട്ടിയത്, പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആ സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, നിന്നെ വിഷമിപ്പിക്കാതെ ഞാൻ എന്നാൽ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ട് ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് മിത്ര പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കൊച്ചച്ഛനെ വിളിച്ചോളാം, മാമനെ വിളിച്ചിട്ട് മാമനെ വാതിൽ തുറന്ന് തന്നോളും എന്നിങ്ങനെ പറയുമ്പോൾ അതും വേണ്ട, മാമൻ്റെ ഉറക്കം കളയണ്ട എന്ന് പറയാണ്. അത് ശരി, അപ്പം നിന്റെ ഉറക്കം പൊക്കോട്ടെ എന്ന്, ഞാൻ ഉറക്കം കളയാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ മിത്ര പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അവരങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അത് രാവിലെ തന്നെ ആകാശും അതുപോലെ ആര്യനും കൂടിയിട്ട് ഇങ്ങനെ ജിമ്മിൽ പാർട്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡമ്പലൊക്കെ എടുത്ത് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശിന് നല്ല വിഷമമുണ്ട്, രണ്ടാളിങ്ങനെ പറയാണ്, നമുക്ക് എന്നാ ഇനി ജിമ്മിലൊക്കെ പോകാൻ പറ്റുക, ഇവിടുന്ന് അങ്ങനെ പോകാനൊരു സാഹചര്യം ഇല്ല, ഒന്നുമില്ല, എന്തായാലും എനിക്ക് ശമ്പളം കിട്ടട്ടെ, നമുക്ക് ഇത്തിരി കൂടിയും ഇതുപോലെ എക്യുപ്മെന്റ്സ് ഇതുപോലെ സാധനങ്ങൾ നമുക്ക് ഇത്തിരി കൂടി വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാം എന്നിങ്ങനെ മറുപടി പറയുകയാണ് കേട്ടോ. അതെ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, നമ്മൾ സ്നേഹിച്ചു കൊണ്ടുവന്നതാണെങ്കിലും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് എന്ന് പറയാണ്. അപ്പോൾ എന്നേക്ക് ഒരുപാട് സ്നേഹമാണ് മീനാക്ഷിക്ക് എന്ന് ആകാശ് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, വലിയ വീട്ടിലെ കുട്ടിയാണെന്നുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല, അവൾ ഈ വീട്ടിൽ എന്ത് ഉണ്ടായാലും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നൊക്കെ ആകാശ് ഇങ്ങനെ മീനാക്ഷിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മിത്രയും അങ്ങനെ തന്നെയാണെന്നൊക്കെ ആകാശം പറയാണ്. അപ്പം മിത്രയെ പറ്റി നമ്മൾ രണ്ടുപേരുടെയും ഭാര്യമാർ അങ്ങനെ തന്നെയാണ്, നല്ല കുട്ടികളാണ്, എന്തായാലും അച്ഛൻ അംഗീകരിക്കുന്നില്ലെങ്കിലും അവര് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയും നല്ല ബന്ധത്തിൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ആര്യ. അതുകൊണ്ട് നമ്മൾക്ക് അവര് നമുക്ക് തരുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് രണ്ടുപേരും. അപ്പോൾ ദേവിയെ പറ്റിയിട്ട് അവിടെ ഒരു ചർച്ച വരുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം, അതെവിടെയാണ് എന്താണ് പറയുന്നതെന്ന് പോലും അറിയില്ല, അച്ഛൻ്റെ പ്രിയപ്പെട്ടവളായിട്ട് നടക്കുകയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ മിത്രയുടെ സഹോദരൻ വരികയാണ്. അപ്പം മിത്രയുടെ സഹോദരൻ കളിയാക്കുന്നുണ്ട് ഇവരെ, ഈ എക്സസൈസ് ഒക്കെ ചെയ്യണ കണ്ടിട്ട് ജിമ്മിൽ പോവാത്തതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഫോൺ വിളിച്ചിങ്ങനെ അവരെ രണ്ടുപേരെയും പരിഹസിക്കുന്ന ഭാഗമൊക്കെയുണ്ട്. എന്തായാലും അപ്പോഴേക്കും മീനാക്ഷി മിത്ര എവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് അവിടെ നിന്നും അവൻ പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്താ നിങ്ങളെ കണ്ട് അവൻ ഓടിപ്പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആർക്കറിയാമെന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആര്യനും മിത്രയൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ദേവിയാണെങ്കിൽ കണ്ണും മിഴിച്ചിങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കാറുണ്ട്. അവരുടെ പ്രണയഭാഗവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയൊക്കെ ഇവരെ തമ്മിൽ തെറ്റിക്കാം എന്നൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ ദേവിയുടെ അടുത്ത ചിന്ത. ദേവി ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ നിലനിൽപ്പ്, തൻ്റെ ജീവിതം എങ്ങനെയാണ്, താൻ ഏതൊരു രീതിയിൽ നിന്നാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നും കൂടി ആലോചിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്